സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ശ്രീമദ് നാരായണീയത്തിൽ 53-ാമത്തെ ദശകം ധേനുകവധം ആണ് കഥ. സന്ദർഭം 3 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ധേനുകൻ എന്ന അസുരൻ കഴിഞ്ഞുകൂടുന്ന കാട്ടിലേക്ക് ബലരാമനുമായിട്ട് അങ്ങ് പോയി. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന. അർത്ഥം വളരെ സുഖമായിട്ട് മനസ്സിലാവണതാണ്, ചളച്ചിട്ടില്ല. രാമേണ സമം, അത് കഥാഭി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ സുഖേന ചരൻ. വനശ്രിയം, വനഭംഗി കണ്ടിട്ട് സുഖമായി സഞ്ചരിച്ചു. ശ്രീരാമനാമ്നസ്വസഹസ്യവാചാമോദാതക ധേനുകാനനം ത്വം. കാട്ടിൽ നിന്ന് എവിടേക്കെത്തി? ശ്രീരാമനാമ്ന സ്വസഹസ്യവാച. ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സീതാമാവ് സഖാവിൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വാക്കനുസരിച്ചിട്ട് ത്വം ധേനുകാനനം മോദാത് അഗാത്. ധേനുകാനനം എന്ന് പറയുന്ന കാട്ടിലേക്ക് അഗാത് പോയി. ഉത്താലതാലീനിവഹേത്വദുക്ത്യ ബലേന ദൂതേത ബലേന നോഭ്യാം മൃദുക്കരച്ചാഭ്യപതത്പുരത്താത് ബലോത്കരോ ധേനുകദാനവോപി. ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ പോക്കിൽ. അതെന്താ? ശ്രീരാമനാമന, ശ്രീരാമാവ് എന്താ പറഞ്ഞത്? കൃഷ്ണ, നമുക്ക് ലേശം ഈ പനയുടെ ഇളനീര് കഴിച്ചാലോ? ആ വേനൽക്കാലമാണ്, ചൂടാണ്. നൊങ്ക് എന്ന് പറയും നമ്മൾ, വണ്ടിയിലും ഇവിടെ കൊണ്ടുവരാണല്ലോ. ഇളം രീതിയിലുള്ള പനയുടെ തേങ്ങ മൂത്താൻ പറ്റില്ല, കിട്ടില്ല, നന്നാവില്ല. അങ്ങനെ ഇളം രീതിയിൽ നമുക്ക് വേഗം അതിൽ നിന്ന് കൈകൊണ്ട് തോണ്ടിയെടുക്കാവുന്ന പാകത്തിലുള്ള ഇളനീര്, പനയുടെ ഇളനീര്. പനയ്ക്കുമുണ്ട് ഇളനീര്, തെങ്ങിനുമുണ്ട് ഇളനീര്. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ലേശൊരു കട്ടിയായിട്ട് ഒരു അലുവയുടെ പരുവത്തിൽ കിട്ടും. കുറേശ്ശെ വെള്ളം ഉണ്ടാവും ചിലതിൽ, അല്ലേ? ആ ഒരു ഇളം രീതിയിലുള്ള പനങ്കായ്കൾ എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ധേനുകാനനത്തിലേക്ക് പോവാം എന്നാണ് ഈ സഖാവ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടില്ല, ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും അത് അണ്ടർസ്റ്റുഡാണ്. അതുകൊണ്ട് കൃഷ്ണ, ആ ഇളനീര് കഴിക്കാനായിക്കൊണ്ട് ആ പന ധാരാളമുള്ള കാട്ടിലേക്ക് നമുക്ക് പോവാം എന്ന വാക്കനുസരിച്ച് ഇവിടെ സ്വസഹസ്യ വാച എന്ന് പറഞ്ഞത് അതാണ്. അത്രയും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള അതിൽ ഒടുങ്ങിയത് കാര്യം ഇതാണ്. സ്വസഹസ്യ വാച, പന ഉള്ള ദിക്കിൽ പോയി. അതാണ് ഉത്താലതാലീ നിവഹേ. ഉത്താലതാലീ നിവഹേ, ധാരാളം കരിമ്പന മരങ്ങൾ. താലം എന്ന് പറഞ്ഞാൽ തന്നെ പന ധാരാളം ഉള്ള അവിടെ എത്തിയപ്പോൾ ബലരാമൻ ആണ് ഈ പനങ്കായ വീഴ്ത്താൻ മുൻകൈ എടുത്തത്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കാർക്ക് പന കയറിയിട്ട് ശീലമില്ലല്ലോ. പന എല്ലാവരും കയറില്ല എന്നാണ് നമ്മുടെയൊക്കെ വിഭാഗത്തിൽ. അന്നൊക്കെ ഈ വിഭാഗീയത ചിന്താഗതി, സമുദായ ചിന്താഗതിയൊക്കെ ഉള്ള കാലത്ത്. അപ്പോൾ അതൊന്നും പറഞ്ഞാലും ഉൾക്കൊള്ളില്ല. അവരെ പന കയറുള്ളൂ, ഒരു പ്രത്യേക വിഭാഗത്തിൽ താഴെയുള്ളവരെ പന കയറുള്ളൂ എന്നാണ് പണ്ടത്തെ ഓരോ സമ്പ്രദായം. പണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു വരുന്നത് പന കയറാൻ സാധ്യമല്ല, അതിനുള്ള വശം ഉണ്ടാവില്ല, അതിനെ കണ്ട് ശീലിച്ച് അങ്ങനെ വേണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പനയുടെ ഇളനീര് കിട്ടുക അതിൻ്റെ മുകളിൽ കയറാതെ? അതിന് ബലരാമൻ ഒരു വഴി കണ്ടു. ഏതിനും ഭഗവാൻ കൂട്ടിയാൽ പറ്റും. ആ പന പിടിച്ച് കുലുക്കി. നമ്മൾ പന പിടിച്ച് കുലുക്കിയാൽ പന കുലുങ്ങുമോ? ശരിയൊരു ചെടി പിടിച്ച് കുലുക്കിയാൽ കുലുങ്ങിയെന്ന് വരും. പന പിടിച്ച് കുലുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമില്ല. പക്ഷെ ആരാ കുലുക്കണം? നല്ല ബലമുള്ളതാണ്. ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള ആളാണ് ഈ ബലരാമൻ്റെ കഥകളൊക്കെ വരുന്നുണ്ട് ദശമസ്കന്ധത്തിൽ.
ദുര്യോധനനെ വിറപ്പിച്ചതും തന്നോട് അക്രമം പറഞ്ഞപ്പോൾ ഹസ്തിനാപുരത്തെ മുഴുവൻ നദിയിലേക്ക് കലപ്പ കൊണ്ട് വലിച്ച് താഴ്ത്തി അതിൽ മുക്കാൻ ശ്രമിച്ചൊരു കഥയുണ്ട്. അത്ര ബലമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പറഞ്ഞത്. ദ്വാപ്രിയം പറഞ്ഞു ആ കഥയൊക്കെ അവിടെ പറയുക. താത്തി കൃഷ്ണനെയും ദുര്യോധനെ അഹങ്കാരിയാണ്, കാണിച്ചു തരാം എൻ്റെ ഹസ്തിനാപുരം ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊത്തി വലിച്ചില്ലേ ഹസ്തിനാപുരം ഇല്ലാണ്ടാവും തുടങ്ങി. അത്ര ബലവാനാണ് ആര് ബലരാമൻ. നമ്മൾ വിചാരിക്കും ഈ പാനയൊക്കെ പിടിച്ച് കുലുക്കുക അത് കുലുങ്ങുമോ? പക്ഷെ അത് കുലുങ്ങി എന്ന് മാത്രമല്ല, ബലേന ദൂതേത ബലേന ദൗർഭ്യാം, കൈകളെ കൊണ്ട് ദൗർഭ്യാം കൈകളെ കൊണ്ട് പന പിടിച്ച് കുലുക്കി. അപ്പോൾ ധാരാളം പനയുടെ കായ്കൾ താഴത്തേക്ക് വീണു. പന വീണില്ല, പനയും വീണു എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഒരു പന പോയിട്ട് വേറൊരു പനയുടെ മുകളിൽ വീണു, ആ പന പോയിട്ട് ഇനിയൊരു പനയുടെ മുകളിൽ എന്ന ക്രമത്തിൽ വളരെയധികം പനകൾ തന്നെ വീണു എന്നാണ്. അതെങ്ങനത്തെയൊക്കെയെന്ന് പറയണം, മൃദു ഖര ച അഭ്യപതത്, നല്ല ലോലമായിട്ടുള്ള കഴിക്കാൻ സുഖമുള്ള ഇളനീര്. മൃദു, ഒട്ടും ഉറച്ച കട്ടിയായിട്ടില്ല. ഖര, ചിലതൊക്കെ നല്ല ഖനമുള്ളതാണ്. ഇപ്പം മൃദുവുണ്ട് ഖരവുമുണ്ട്. 2 തരത്തിലുള്ള പനന്തേങ്ങകൾ എന്ന് പറയാം. കരിമ്പന തേങ്ങകൾ, മൂക്കാത്തത്, ഇളം രീതിയിലുള്ളത്. അഭ്യപതത്, വീണു. ബലോത്കരോ ധേനുഗദാനവോപി, അവിടെ ദുർബലനും കഴുതയുടെ ആകൃതിയുള്ളതുമായ ധേനുകൻ ചാടി വീണു. ഈ പനകൾ മുഴുവനെ ഇളകി പന തന്നെ വീണു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗവതത്തിലൊക്കെ. ഇവിടെ തേങ്ങ വീണു എന്നേ പറയുള്ളൂ. ഒരു പന പോയിട്ട് വേറൊരു പനയുടെ മുകളിൽ, ആ പന പോയിട്ട് ഇനിയൊരു പനയുടെ മുകളിൽ. അല്ലേ പണ്ടൊക്കെ ഈ കാർഡും ഷീറ്റും ഒക്കെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് തട്ടലുണ്ട് അല്ലേ. ഒന്ന് പോയിട്ട് അടുത്ത് വരും, അത് പോയിട്ട് അതിൻ്റെ അടുത്ത്, അത് പോയിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നീളത്തിൽ വളച്ചിട്ടൊക്കെ വെച്ച് കളിച്ചിരുന്നു കുട്ടികളാവുമ്പോഴേ. ഓർമ്മ വരിക. അതുപോലെ ഒരു പന മറ്റൊരു പനയുടെ മുകളിൽ, ആ പന ഇനിയൊരു പനയുടെ മുകളിൽ എന്ന ക്രമത്തിൽ നിരവധി പനകളുണ്ടായിരുന്നു. പനങ്കാടാണത്, പനങ്കാട്. ആ പനകളൊക്കെ താഴത്തേക്ക് വീണു. അപ്പോൾ ധേനുകാസുരൻ തൻ്റെ താവളത്തിൽ ആരാണ് വന്നത് ദേഷ്യപ്പെട്ടു, അവിടുന്ന് പുറത്തേക്ക് ചാടി. പുറത്തേക്ക് ചാടിക്കൽ തന്നെയാണ് ഭഗവാന്റെ ആന്തരോദ്ദേശം. ഇളനീര് കഴിക്കലൊന്നുമല്ല, ഇളനീര് കഴിക്കലാണ് എന്ന് ഇവനെ കൊണ്ട് പറയിപ്പിച്ചു, ഒരു കാരണം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. യഥാർത്ഥ ഉദ്ദേശം ധേനുകനെ കൊല്ലണം, കഴുതയുടെ ആകൃതി എന്നാണ്. എന്നിട്ട് പറയണം, സമുദ്യതോ ദൈനുകപാലനേഹം കഥം വധം ദൈനുകമത്യകുർവേ ഇതീവമത്വാ ധ്രുവമഗ്രജേന സുരൗകയോദ്ധാരമചീകതസ്ത്വം. അവിടെ ധേനുകം എന്ന് പറയുന്നതിൻ്റെ നാനാർത്ഥം 10 പേര് പ്രയോഗിച്ചിരിക്കുകയാണ്. ധേനുകനെ സംബന്ധിച്ച് എന്നുള്ളതും അർത്ഥമുണ്ട്, ഭൂമിയെ എന്നുള്ള അർത്ഥമുണ്ട്. പാലനത്തിന്, ഭൂമിയല്ല കേട്ടോ, സോറി, ഞാൻ ധൈനുകൻ എന്ന് പറയുമ്പോൾ പശുവാണ്. ധേനു എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ. ധേനുക സമൂഹത്തെ രക്ഷിക്കലാണ് ഇപ്പോൾ ഭഗവാൻ. പശുപാലകനാണ്, പശുവിനെ രക്ഷിക്കണം. അപ്പോൾ ഈ ധേനുകന് 2 അർത്ഥം ഇവിടെ കൊടുത്തു. ഒന്ന് പശുക്കളെ പാലിക്കുക, അസുരനെ സംബന്ധിച്ചും. പശുക്കളെ പാലിക്കാൻ, ധേനുകന്മാരെ രക്ഷിക്കാൻ, ധേനുവിനെ രക്ഷിക്കാൻ വന്നതായിട്ടുള്ള താൻ ധേനുക്കളെ എങ്ങനെ കൊല്ലുക? 2ാമത്തെ അർത്ഥം ധേനുകാസുരനെയാണ്. ധൈനുകപാലനേഹം, പശുക്കളെ പാലിക്കാൻ വന്ന താൻ ധേനുകനെ എങ്ങനെ കൊല്ലും എന്ന് ചിന്തിച്ചിട്ടാണോ കൊല്ലാതിരുന്നത്? പിന്നെ ആര് കൊന്നു? ഏട്ടൻ കൊന്നോട്ടെ. ധേനുകാസുരനെ ബലരാമനാണ് കൊല്ലണത്. ഇതീവമത്വ, ഇപ്രകാരം ചിന്തിച്ച്, ധ്രുവം, തീർച്ചയായിട്ടും, അഗ്രജേന, ഏട്ടനാൽ, സുരൗകയോദ്ധാരമജീകതസ്ത്വം സമുദ്യതോ ദൈനുകപാലനേഹം കഥം വധം ദൈനുകമത്യ കുറുവേ. ധേനുകന്മാരെ, പശുക്കൾ,
രക്ഷിക്കാൻ വന്ന താൻ എങ്ങനെ ധേനുകവധം ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണോ ഈ ദീപമത്വ പ്രകാരം ചിന്തിച്ചിട്ട് തീർച്ചയായിട്ടും ധ്രുവം ഷുവർ അഗ്രജേന സുരോഗയോദ്ധാരമജീകനത്വം ദേവന്മാരെല്ലാം എതിർത്ത ദേവശത്രുവാണല്ലോ അസുരന്മാർ. എല്ലാ അസുരന്മാരും ദേവശത്രുവാണ്. സുരൗഘയോദ്ധാരം, യോദ്ധാരം ശത്രു, യുദ്ധം ചെയ്യുന്നവൻ എന്നുള്ളതിന് വന്നാണ് യോദ്ധാരം. ദേവന്മാരോട് സദാ പൊരുതുന്ന അവരുടെ ശത്രുവായ അജീഘനൻ വധിച്ചു ധേനുകാസുരനെ. ഏട്ടനെ കൊണ്ട് വധിപ്പിച്ചു. ബലരാമനാണ് ധേനുകാസുരനെ കൊല്ലുന്നത്. സമുദ്യതോ ധേനുകപാലനേഹം കഥം പദം ധേനുകമത്യകുർവേ. അവിടെ ആദ്യത്തെ ധേനുകൻ പശുപാലകനായ താൻ എങ്ങനെയാണ് ധേനുകനെ കൊല്ലുക? ഒരേ വാക്ക് ഒരു വിപരീതമായിട്ട് ചെയ്യാൻ പറ്റുമോ? വാക്ക് നോക്കുമ്പോൾ ഒന്നാണ്. ധേനുകനെ രക്ഷിക്കാൻ വേണ്ടി, പശുക്കളെ രക്ഷിക്കാൻ വേണ്ടി ധേനുക പാലനത്തിന് വന്ന താൻ ധേനുക വധം എങ്ങനെ ചെയ്യാതെ വിരോധാഭാസമല്ലേ? പക്ഷേ രണ്ടാമത്തെ വധം ധേനുക അസുരനാണ്. തമാശ പ്രയോഗിച്ചിരിക്കുക എന്നല്ലോട് വ്യംഗ്യത്തിൽ ഏട്ടനെ കൊണ്ട് കൊല്ലിക്കുക എന്ന് തീരുമാനിച്ചു. ഉത്താലതാലി നിവഹേത്വദുക്ത്യ, പനങ്കാട്ടിലേക്ക് പോയിട്ട് ബലേന, ബലരാമനാൽ കൈകളെ കൊണ്ട് പിടിച്ച് കുലുക്കി. പനകൾ വീണു. മൃദുക്കരച്ച വ്യപതത്, കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ആയ പനന്തേങ്ങകൾ താഴത്തേക്ക് വീണു. ബലോത്കരോധേനുഗദാനവോബി, ധേനുകാസുരൻ കഴുതയുടെ രൂപത്തിൽ പുറത്തേക്ക് ചാടി വന്നു. തൻ്റെ താവളത്തിൽ ആരാണ് വന്നിരിക്കുന്നത് അവരെ എതിർക്കാൻ? സമുദ്യതോ ധൈനുകപാലനേഹം കഥം പദം ധൈനുകമത്യകുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരോഗയോദ്ധാരമജീകനത്വം. ദേവന്മാരെ എതിർക്കുന്ന ദേവശത്രുവായ അസുരനെ വധിച്ചു. ഉപജാതി എന്നാണ് ഈ വൃത്തത്തിൻ്റെ പേര്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.